കേരളപ്പിറവിക്ക് ശേഷം ഏറ്റവും കൂടുതൽ UDF-നൊപ്പം ചേർന്ന മണലൂർ മണ്ഡലത്തിൽ ഇത്തവണ മുന്നണികൾക്ക് വേണ്ടി മത്സരത്തിനെത്തുന്നത് 3 വമ്പന്മാരാണ്. UDF-നു വേണ്ടി ജനകീയനായ TN പ്രതാപനും നേരിടാൻ LDF-ന്റെ ശക്തനായ സാരഥി പ്രൊഫസർ C രവീന്ദ്രനാഥും സംഘാടന മികവിന്റെ കരുത്തുമായി BJP-യിലെ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറുമാണ് അങ്കത്തട്ടിൽ. മുന്നണികൾക്കായാലും സ്ഥാനാർത്ഥികൾക്കായാലും തുടർച്ചയായി വിജയം പ്രദാനം ചെയ്തിരുന്ന മണലൂരിൽ മണ്ഡലത്തിന് പുതുമുഖങ്ങളായ പ്രഗത്ഭരായ നേതാക്കളാണ് ഗോതയിലുള്ളത്. 1957-ൽ LDF സ്വതന്ത്രനായി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി വിജയിച്ചതൊഴിച്ചാൽ തുടർന്നുള്ള 10 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ UDF-ന്റെ കുത്തകയായിരുന്നു മണലൂർ. പിന്നീട് 2006-ൽ UDF-ന്റെ അശ്വമേധം പിടിച്ചുകെട്ടി ചെങ്കൊടി പാറിച്ചത് CPM-ലെ മുരളി പെരുന്നെല്ലിയാണ്. 2011-ലെ UDF തരംഗത്തിൽ PA മാധവനിലൂടെ മണ്ഡലം UDF തിരിച്ചുപിടിച്ചു. 2016-ലും 2021-ലും മുരളി പെരുന്നെല്ലി മണലൂരിന് LDF ചായ നൽകി. 4 തവണ മാത്രമേ മണ്ഡലത്തിൽ LDF വിജയിച്ചിട്ടുള്ളൂ. 1960-ന് ശേഷം തുടർ മുന്നണി വിജയം പ്രകടിപ്പിക്കുന്ന മണ്ഡലം തുടർ സ്ഥാനാർത്ഥി വിജയവും പ്രകടിപ്പിച്ചു തുടങ്ങിയത് 1967-ലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് ഐയിലെ NI ദേവസിക്കുട്ടിയിലൂടെയാണ്. 3 തവണയാണ് ദേവസിക്കുട്ടി അടുപ്പിച്ച് MLA ആയത്. 1980-ൽ ദേവസിക്കുട്ടിയെ പരാജയപ്പെടുത്തി INCU സ്ഥാനാർത്ഥിയായിരുന്ന VM സുധീരന് ജയം സമ്മാനിച്ചു. തുടർന്ന് 82, 87, 91 കാലഘട്ടങ്ങളിൽ 4 തവണ അടുപ്പിച്ച് കോൺഗ്രസ് ഐ സ്ഥാനാർത്ഥിയായി VM സുധീരൻ UDF ആധിപത്യം ഉറപ്പിച്ചു. മുന്നണി തുടർച്ചയിലൂടെ 96-ൽ റോസമ്മ ചാക്കോ MLA ആയി. 2006-ൽ LDF-ലെ മുരളി പെരുന്നെല്ലി മണ്ഡലം തിരിച്ചുപിടിച്ചെങ്കിലും മണ്ഡലം പുനഃക്രമീകരണത്തിനു ശേഷം 2011-ൽ സിറ്റിംഗ് MLA ആയ മുരളി പെരുന്നെല്ലിയെ അവസാന നിമിഷത്തിൽ മാറ്റി CPM-ലെ ബേബി ജോണിനെ LDF മത്സരിപ്പിച്ചു. ഇത് നാട്ടുകാരൻ കൂടിയായ കോൺഗ്രസിലെ PA മാധവന് മണ്ഡലം UDF-ന്റേതാക്കാൻ അവസരം നൽകി. അതിനുശേഷം 2016-ലും 2021-ലും മുരളി പെരുന്നെല്ലി മത്സരിച്ച് വിജയിക്കുകയായിരുന്നു. മുരളി പെരുന്നെല്ലിയുടെ പ്രായപരിധി 75 കടന്ന സാഹചര്യത്തിലാണ് പാർട്ടി ചട്ടത്തിന് വിധേയമായി മണ്ഡലത്തിൽ മറ്റൊരു പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയെ വേണമെന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണ് മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് LDF സ്ഥാനാർത്ഥിയാകുന്നത്. ആദർശധീരവും ലളിതവുമായ ജീവിതം കൊണ്ട് പ്രൊഫസർ രവീന്ദ്രനാഥ് ജനങ്ങൾക്ക് സ്വീകാര്യനാണ്. UDF സ്ഥാനാർത്ഥിയായ TN പ്രതാപൻ മാസങ്ങൾക്ക് മുൻപേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടം മുതൽ മണ്ഡലത്തിൽ സജീവമായിരുന്നു. പാർട്ടി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി KA അനീഷ് കുമാറും മണ്ഡലത്തിൽ വേരുറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ BJP സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം BJPക്ക് കാര്യമായ നേട്ടമുണ്ടാക്കിയിട്ടില്ല. വോട്ടുകളുടെ എണ്ണത്തിലും വിഹിതത്തിലും രാധാകൃഷ്ണൻ പിറകോട്ട് പോയി. ഇത്തവണ നില മെച്ചപ്പെടുത്തുകയാണ് BJPയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് KK അനീഷ് കുമാറിനെ മത്സരിപ്പിക്കാൻ BJP തീരുമാനിച്ചത്. തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ BJPക്ക് അക്കൗണ്ട് തുടങ്ങാൻ സാഹചര്യമൊരുക്കിയ അനീഷ് കുമാറിന് പ്രവർത്തകർക്കിടയിൽ വൻ സ്വാധീനമാണുള്ളത്. അവിടെ ആര് വീഴും ആര് വാഴുമെന്ന് കണ്ടറിയാം.